Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, കുറച്ച് ദിവസം നമ്മൾ നോൺ വെജ് വെജ് അങ്ങനെ എല്ലാം ചെയ്തു. പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ട് ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഡ്രൈ ഫ്രൂട്ട് ചിക്കൻ കറി എന്ന് പറയുമ്പോൾ വലിയ ബഹളമൊന്നും കേൾക്കല്ലേ. എന്നാന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട് എന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ എന്നാ ഉള്ളതെന്ന് വെച്ചാൽ ആ ഡ്രൈ ഫ്രൂട്ട് എടുത്താൽ മതി. അത് എന്നതായിരിക്കും, കൂടിപ്പോയാൽ നമ്മുടെ വീട്ടിൽ ഇച്ചിരി കപ്പലണ്ടി കാണുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പ് കാണുമായിരിക്കും, ഇല്ലെങ്കിൽ ഇച്ചിരി എന്നാ പറയുക മുന്തിരിങ്ങ കാണുമായിരിക്കും. ഇതെല്ലാം കാണും അല്ലേ. അതല്ല, നമുക്ക് ഡ്രൈ ഫ്രൂട്ടായിട്ട് തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ അതിനകത്തോട്ട് ഡേറ്റ്സ് ഇടാം, പിസ്ത ഇടാം, ബദാം ഇടാം, ഇതൊക്കെ ഇടാം. ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടോ അത് എല്ലാം ഇതിനകത്ത് ഈ ചിക്കൻ കറിക്ക് ഇടാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എന്നാ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇച്ചിരി ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കുവേ. ഈ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് മാറ്റി ഇച്ചിരി അരച്ച് ചേർക്കുവാന്നേൽ നമ്മുടെ ചിക്കൻ കറിക്കകത്തോട്ട് ഇച്ചിരി കൂടി ഒരു രുചി കയറും. ഇത് വലിയ ബഹളം ഒന്നുമില്ല, പക്ഷേ എന്നാലും ഒരു നല്ല രുചിയുള്ളൊരു കറിയാണ്. എന്നും പറഞ്ഞ് നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒന്നും രുചി ഇല്ല എന്നല്ല, എല്ലാം നല്ല രുചിയുള്ള സാധനം തന്നെ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ പറഞ്ഞു തരത്തുള്ളൂ. കാര്യം എന്നാന്നോ, ഇപ്പം എല്ലാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഏറ്റവും സ്വാദിഷ്ടമായിട്ട് ഏറ്റവും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുവാന്നേൽ ഏറ്റവും നല്ലതല്ലേ. കാര്യം എന്ന് വെച്ചാൽ എന്നും നമ്മൾ ഇപ്പം ഞാനാന്നേലും എന്നും നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കാനായിട്ട് നോക്കുമോ ഇല്ല, എപ്പോഴും എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഓക്കെ, ഒരു മാസത്തിലൊന്നോ അല്ലെങ്കിൽ ആഴ്ചയിലൊന്നോ ഒക്കെ നമ്മൾ പോവും. അല്ലെന്നുണ്ടെങ്കിൽ എന്നേലും ഒരു അത്യാവശ്യം വന്നേച്ച് അടുക്കളയിൽ കയറാൻ ഒത്തില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഹോട്ടലിൽ പോയാൽ തന്നെയോ നമുക്ക് ഒരു കറിയൊക്കെ നമ്മൾ മേടിച്ച് എല്ലാവരും ഷെയർ ചെയ്താണ് കഴിക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മിക്ക കറികളും ഒക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ പറയുന്നത് എന്നാന്നോ, വയറ് നിറച്ച് നമുക്ക് കഴിക്കാനൊക്കെയല്ലേ. മറ്റേ ആകുമ്പോൾ ഒരു കഷ്ണം ഇച്ചിരി ചാറ് എന്നൊക്കെ പറഞ്ഞേച്ചേ കഴിക്കാനൊക്കത്തുള്ളൂ. ഇത് ഇച്ചിരി അമ്മമാരൊന്നും മെനക്കെടുവാന്നേൽ നമുക്ക് വീട്ടിനകത്ത് തന്നെ ഉണ്ടാക്കി വെച്ച പിള്ളേർക്കാന്നേൽ എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാനുള്ളത് കിട്ടും. ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട, ഒരു കറി ദിവസം ഉണ്ടാക്കുവാന്നേൽ പിള്ളേർക്കും സ്ഥിരം ചോദ്യത്തിൽ നിന്നൊരു വ്യത്യാസം, ഇതേ ഉള്ളൂ എന്നൊരു ചോദ്യം എല്ലാ മക്കളുടെ വായിലും ഉണ്ട്, എപ്പോഴും ഉള്ളതാണ്. അതിനകത്തൊരു മാറ്റം വരികയില്ല. ഇനി വരുന്ന ജനറേഷൻ ആയാലും ശരി, അവരിത് തന്നെ ചോദിക്കും. കാര്യം എന്നാ, നമ്മളെ തന്നെ കുറ്റം പറഞ്ഞേച്ചാൽ മതി. നമ്മളാണല്ലോ ഇത് പഠിപ്പിക്കുന്നത്. അയ്യോ കൊച്ചു അത് തിന്നിയേല, ഇത് തിന്നിയേല, അവനത് ഇഷ്ടമല്ല, അല്ല അവളത് തൊടുകയില്ല എന്നൊക്കെ പറഞ്ഞേച്ച് അവരെ അങ്ങ് പാമ്പർ ചെയ്തേച്ച് വലുതാവുമ്പോഴത്തേക്ക് കൊച്ചുകളെ നോക്കിച്ച് മര്യാദ കഴിച്ചേച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ വരട്ടും. രണ്ടും ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, കുറ്റക്കാരൻ നമ്മളാണ്. എന്ന് വെച്ചാൽ നമ്മളെ തന്നെ സമ്മതിക്കുകയില്ല. അതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ചെറിയൊരു സോൾവാ. എന്നാ ദിവസം ഓരോ കറി അങ്ങ് ചെയ്തേക്കാമെങ്കിലേ പിള്ളേർക്കും പരാതിയില്ല, പിള്ളേരും ഹാപ്പി. എന്നേലും ചോദിച്ചുകൊണ്ട് വന്നാൽ ഇന്നൊരു സ്പെഷ്യൽ കറി നമ്മൾ ചെയ്തില്ലേ എന്ന് നമുക്ക് എക്സ്ക്യൂസസും ഉണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട് ചിക്കൻ കറിയാണ്. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ചിക്കൻ വേണം. പക്ഷേ ഇവിടെ ഞാൻ ഇപ്പോൾ പച്ച ചിക്കൻ അല്ല വെച്ചേക്കുന്നത്, അതിനകത്ത് ഇച്ചിരി സാധനങ്ങളൊക്കെ ഇട്ടേച്ച് പെരട്ടി വെച്ചേക്കുക. ഈ പെരട്ടി വെക്കുമ്പോഴത്തേക്ക് മിനിമം 1 മണിക്കൂറെല്ലാം ഇരിക്കണേ. അതല്ല, അത് ഇരുത്താൻ നമുക്ക് നേരെ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാമോ, ഇതെല്ലാം പെരട്ടിയേച്ച് ഒന്ന് വേവിച്ച് വെച്ചേച്ചാൽ മതി. അന്നേരം ഇറച്ചിക്കകത്തോട്ട് ഇതെല്ലാം പിടിക്കും. അപ്പോൾ ഇപ്പം ഞാൻ എന്നാ ചെയ്തത് വെച്ചാൽ നമുക്കിവിടെ ഇച്ചിരി നേരമല്ലേ ഉള്ളൂ, അപ്പോൾ ഇച്ചിരി നേരത്തെ അതങ്ങ് പെരട്ടി വെച്ചേക്കും. അപ്പോൾ ഇച്ചിരി ആ ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. അതെന്നാക്കിയാണ് ചേർത്ത് വെച്ചേക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബാക്കി കാര്യങ്ങൾ എഴുതിയെടുത്തോ. ഇതിന് കുറച്ച് ബട്ടറാണ് വേണ്ടേ, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത് വറ്റൽ മുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് സവാള, പിന്നെ ഇതെന്നാന്നോ ടൊമാറ്റോ അരച്ചേക്കുന്ന. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചിക്കൻ ഇത് ബോൺലെസ് ആവണം എന്ന് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഏത് കോഴിയാണ് മേടിക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ നാടൻ കോഴി ആയാൽ പോലും ഒരു കുഴപ്പമില്ല, ഏത് കിട്ടുന്നോ അത് വെച്ച് നമുക്കിത് ഉണ്ടാക്കാം. ഇത് ഞാൻ ചിക്കൻ കുറച്ച് സാധനം വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെന്നാക്കെയാന്ന് വെച്ചാൽ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ഗരം മസാല, നല്ല കട്ടി തൈര്, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, നമ്മളിതിനകത്ത് തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ വിനീഗർ ഒഴിക്കുമ്പോഴും നാരങ്ങാനീര് ഒഴിക്കുമ്പോഴും ആ കെച്ചപ്പിനകത്ത് ഒഴിക്കുമ്പോഴത്തേനും അതൊന്ന് ശ്രദ്ധിച്ചോണം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും പുളി കയറും. അതല്ല അതിനൊരു എന്നാ പറയുക, അതിനൊരു ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈര് ഒഴിച്ചേച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ബട്ടർ ഇട്ടേച്ച്
നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് ഇടണം. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലും ഈ പറഞ്ഞ പോലെ കാഷ്യൂ മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മളൊക്കെ എല്ലാവരും സാധാ വീട്ടമ്മമാരല്ലേ, അന്നേരം പിന്നെ നമ്മളൊന്നും എപ്പോഴും ഇതൊന്നും കരുതുകയില്ല. പക്ഷേ എന്നാലും ഇത് ഉണ്ടേലേ വെക്കാനൊക്കത്തുള്ളൂ എന്നൊന്നും ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അതുകൊണ്ട് പറയുക, എന്നാ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാം. അതും ഇത് ബട്ടറിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കൂടി സ്വാദാണ്. ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഇതിനകത്തോട്ട് ചേർക്കണം. അതൊരു ഇച്ചിരി ബ്രൗൺ ആവണം, അല്ലാതെ ചുമ്മാ അങ്ങ് വഴന്നാൽ പോരാ. ഇപ്പോൾ ഈ കറി ബട്ടർ ഇല്ലേൽ നമുക്ക് വീട്ടിൽ നെയ്യ് ഉണ്ടേൽ നെയ്യേലും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരുപാട് നെയ്യ് ഒഴിക്കണ്ട, ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചേച്ചാൽ മതിയേ. അതെ, ബട്ടർ ഇല്ലേൽ നെയ്യിലേലും ഇതുണ്ടാക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉള്ളി, നേരത്തെ ഇട്ട ബട്ടർ തികയല്ലേ, അന്നേരം കുറച്ചുകൂടെ ബട്ടർ ഇട്ടത്. അന്നേരം നിങ്ങൾ വിചാരിക്കുമോ ഇത് നല്ല ബട്ടർ ഇടുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ചിന്തിക്കല്ല. കാര്യം എന്നാന്നോ, ആ ടേസ്റ്റ് എന്നാന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പറഞ്ഞ പോലെ അതിന് ഏറ്റക്കുറച്ചിൽ ഇത് ഫാറ്റാണ്, അത് നെയ്യ് വേണ്ട അല്ലെങ്കിൽ ബട്ടർ വേണ്ട എന്നൊക്കെ പറഞ്ഞേച്ച് മാറ്റിയേച്ചാൽ മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ടേസ്റ്റ് അതിനകത്ത് വരികേയില്ല. മറ്റതാന്നേൽ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് നോക്കിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ, ഹെൽത്ത് നോക്കാതെയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസസ് പറയാമെന്നല്ലാതെ കറി ആരും തിന്നുകയില്ല. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി, ഒന്നോ രണ്ടോ വറ്റൽമുളക് ഇങ്ങനെ ഒന്ന് കീറിയിട്ടേക്കാം. ഇതിനകത്ത് കടുക് വറക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഉള്ളി ഒരു ഇച്ചിരി കൂടി ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ ചേർക്കാവേ. ഇതിനകത്തോട്ട് ടൊമാറ്റോ, ഈ ടൊമാറ്റോയുടെ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ചേർക്കാവേ. അതായത് നമ്മൾ നേരത്തെ ചേർത്തേക്കുന്ന ബട്ടർ ഒന്ന് തെളിഞ്ഞ് വരണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ടൊമാറ്റോ ചേർത്ത് ഉടനെ തന്നെ നമ്മൾ ആ ചിക്കനൊക്കെ ചേർക്കുവാന്നേൽ ഈ ടൊമാറ്റോയുടെ ഒരു പച്ചച്ചൊവയില്ലേ അതിങ്ങനെ ആ കറിക്കകത്ത് മുഴുവൻ അങ്ങ് നിൽക്കും. അത് ഈ പറഞ്ഞ പോലെ ടൊമാറ്റോ എന്നല്ല, ഇനിയിപ്പോൾ ഗരം മസാല ആന്നേലും തൈരാന്നേലും എന്നതാണേലും നമ്മൾ നല്ലോണം വഴറ്റി ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരാതെ അടുത്തത് ചേർത്ത് കഴിഞ്ഞാൽ അത് ഏതാണോ വഴലാതെ പോകുന്നത് അത് ഇതിനകത്ത് ഇങ്ങനെ കറിയിൽ മുഴുവൻ നിൽക്കും. അതിന് എന്നാ മേക്കപ്പ് ചെയ്താലും അത് ഒന്നും ചെയ്യാൻ ഒക്കെയല്ല, അങ്ങനെ തന്നെ പോകത്തുള്ളൂ. ഇപ്പം നമ്മൾ ആ ചേർത്ത ടൊമാറ്റോയുടെ വെള്ളം എല്ലാം പറ്റിക്കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യേണ്ടത്, നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടണേ. ഇത് ശരിക്കും നമ്മൾ ആ മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ആ ചിക്കനേലൊന്ന് പിടിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ പെരട്ടി വെച്ചത്. ഇനിയിപ്പോൾ ഇത് ഇളക്കി എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അഥവാ ഇച്ചിരി ഒരു കുറവ് എന്നതേലും തോന്നിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇച്ചിരി ഇച്ചിരി അങ്ങ് ചേർത്തോണം. ചിക്കനേൽ ഇച്ചിരി ഉപ്പിട്ടേച്ചാ പെരട്ടി വെച്ചേക്കുന്നത്. എന്നാലും നമ്മുടെ ഗ്രേവിയിൽ ഇച്ചിരി ഒന്ന് പിടിക്കാനായിട്ട് മാത്രം. ഇനി ഇത് എല്ലാം വെന്ത് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഇച്ചിരി ടേസ്റ്റ് കൂടാനായിട്ടുള്ള കാര്യമാണ്. ഒന്നെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വേവിച്ച് കറിയാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ചേർക്കുവാണെങ്കിൽ ഇച്ചിരി കൊഴുപ്പ് കിട്ടും കറിക്ക്. അതല്ല നേരത്തെ ഇടുവാണേൽ അങ്ങനെ, അല്ല വാങ്ങുമ്പോൾ ഇടുവാണേൽ അങ്ങനെ, എങ്ങനെയാണേലും നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് നമ്മൾ ഒരുമിച്ചല്ലേ വറുത്ത് വെക്കുന്നത്, അതിനകത്ത് അണ്ടിപ്പരിപ്പ് മാത്രമേ അരയ്ക്കാവുള്ളൂ, എല്ലാം കൂടെ അരച്ചേക്കരുത്. അത് ഒന്ന്. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യുന്നത്, കുറച്ച് ഇതിൻ്റെ ഈ നിറം കുറച്ചുകൂടെ ആയി വരുമ്പോൾ ഒരു റെഡിഷ് കളറേ ആവത്തുള്ളൂ. അതല്ല നമുക്ക് ഇച്ചിരി കൂടി ഒന്ന് കറുത്ത കളർ, അതായത് ഒരുപാട് കരിക്കാനല്ല, ആ ബ്രൗൺ കളർ കുറച്ച് പെരണ്ടൊക്കെ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ.
ആ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇറച്ചിയെല്ലാം ഒന്ന് വെന്ത് വറ്റി ഇച്ചിരി ഒന്ന് മുരിച്ചെടുക്കണം. മുരിച്ചെടുത്തേച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ആ സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുവാന്നേൽ ഈ കറിക്ക് കുറച്ചുകൂടെ ഭയങ്കര ടേസ്റ്റാണേ. എന്തായാലും ചിക്കൻ വേവാൻ കുറച്ച് വെള്ളം വേണം, എന്നാലേ ചിക്കനകത്തു നിന്നും കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങത്തുള്ളേ. അല്ലാതെ നമ്മൾ തുറന്നിട്ട് വറ്റിക്കുവാന്നേൽ അത് വേവത്തുമില്ല, അന്നേച്ച് ആ വെള്ളം ഒട്ടും ആ ചിക്കനേ നൂറത്തുമില്ല. അപ്പോൾ എന്നാ ചെയ്യണം, ഇച്ചിരി നേരം അടച്ചിട്ട് ചിക്കൻ വേവിച്ച് നല്ലൊരു കറിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ചിക്കൻ കറി റെഡിയാണ്. ഇതിൻ്റെ കൂടെ പത്തിരിയാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഇരിക്കട്ടെ. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. സ്പെഷ്യൽ ചിക്കൻ കറി എന്ന് പറയുന്ന പോലെ തന്നെ ആനീസ് കിച്ചണിൽ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് വെരി വെരി സ്പെഷ്യൽ പേഴ്സൺ. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഗർജിക്കുന്ന ഒരു സിംഹം, അത് മറ്റാരുമല്ല IPS ഓഫീസർ ഋഷിരാജ് സിംഗ് ആണ് ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. സർ നമസ്തേ. സർ ഹാർട്ടി വെൽക്കം ടു അവർ ഷോ. സർ സാറിന് ഇപ്പം എനിക്ക് വർത്താനം പറയുമ്പോൾ ഉണ്ടല്ലോ, മേ ബി സാറിന് പേര് കേൾക്കുമ്പോൾ തന്നെ ഉള്ളൊരു പേടിയില്ലേ, അതെനിക്കിപ്പോൾ ഉള്ളിലുണ്ട് ശരിക്കും. വർത്താനം പറയാൻ തന്നെ ഒരു ഇച്ചിരി ഒരു സ്റ്റാർട്ടിങ് ട്രബിള്, വർത്താനം പറയുമ്പം അങ്ങനെ ഓപ്പണായിട്ട് വർത്താനം പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പേടിയുണ്ട്. മേ ബി ബിക്കോസ് സാർ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റിൻ്റെ പുറത്തുള്ള ഒരു പേടിയായിരിക്കും. അതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. ബട്ട് സ്റ്റിൽ ഞാനൊരു കാര്യം സാറിനോട് പറയാം, നമ്മുടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാർ നമുക്കിത് കംപ്ലീറ്റ്ലി മലയാളത്തിൽ പറയാം. എന്നാന്നറിയോ, സാറിൻ്റെ മലയാളം കേൾക്കാനില്ലേ ഞങ്ങളുടെ മലയാളികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഇത് സാർ ഓരോ കാര്യം പ്രൊനൗൺസ് ചെയ്യുന്നതൊക്കെ കേൾക്കാനായിട്ട് വി ലവ് ടു ഹിയർ ദാറ്റ്. അതുകൊണ്ട് സാർ മാക്സിമം ഞങ്ങളോടൊന്ന് മലയാളത്തിൽ വർത്താനം പറയണേ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. സാറിന് ഒരു കാര്യം ചോദിച്ചിട്ടെ, ഇപ്പം ബീങ് ആൻ IPS ഓഫീസർ, സാറിൻ്റെ ഉള്ളിലൊരു കലാകാരനുണ്ട്. അത് ശരിക്കും സാർ കുഞ്ഞുനാളും പോലെയുള്ള ഒരു കലാകാരനായിരുന്നോ അതോ? എൻ്റെ അമ്മ ഒരു സിനിമ പ്രേമിയായിരുന്നു. അപ്പം ഞങ്ങൾ ഈ സിനിമയെ സംബന്ധിച്ചുള്ള എനിക്ക് ആ ഇഷ്ടം അന്നാണ് തുടങ്ങിയത്. അമ്മ മിക്കവാറും എല്ലാ സിനിമയിലും പോവും. അച്ഛൻ അത് പോലീസിലായിരുന്നു, മിക്കവാറും ഉണ്ടാവില്ല. ഉച്ചക്കിലുള്ള സമയത്തിൽ ഏതായാലും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളെ എടുത്തിട്ട് എൻ്റെ രണ്ട് സഹോദരി കൂടിയുണ്ട് ആ സമയം. ഞങ്ങൾ അമ്മയും അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകും. ഒരു മിക്കവാറും എല്ലാ സിനിമകളും ഞങ്ങൾ അങ്ങനെ ഒരു 4ാമത്തെ വയസ്സ് മുതൽ 5ാമത്തെ വയസ്സ് മുതൽ കണ്ടിട്ട്, അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചുള്ള എനിക്ക് ഇഷ്ടം അന്ന് ആ രീതിയിലാണ് തുടങ്ങിയത്. പിന്നെ ചെറുതായിട്ട് ഞാൻ ഈ കുറേ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അതോ എനിക്ക് നേരത്തെ പാടാൻ പറ്റില്ലായിരുന്നു. ഒരു ശബ്ദത്തിൽ ഒരു ചെറിയ സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അത് 18 വയസ്സ് കഴിഞ്ഞിട്ട് ശേഷം ഒരു വലിയ ഓപ്പറേഷൻ നടന്ന ശേഷമാണ് ഇത്. അതൊരു ജന്മം മുതലാണ്. താങ്കൾക്ക് ഇത് കാണാം. ഇത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഇവിടെ ഇതെല്ലാം ഓപ്പണായി കിടക്കുകയായിരുന്നു, അകത്തും എല്ലാം ഓപ്പണായിരുന്നു. അപ്പോൾ നമ്മൾ എന്തും സംസാരിച്ചാലും ആർക്കും മനസ്സിലാവില്ല. അമ്മ അല്ലാതെ വേറെ ആർക്കും മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു 18 വയസ്സ്, ഇത് 1.5 വയസ്സാകുമ്പോൾ ചെറിയ ഓപ്പറേഷൻ അവിടെ നടത്തി. പക്ഷെ മോശമായിട്ടാണ് അവർ ചെയ്തത്. അകത്തുള്ള ഓപ്പറേഷൻ ചെയ്യാനുള്ള കഴിവ് അന്ന് രാജസ്ഥാനിലൊക്കെ ഇല്ലായിരുന്നു. അത് പിന്നെ 18 വയസ്സ് കഴിഞ്ഞിട്ട് ചണ്ഡീഗഡിലെ PGIയിൽ പോയി അവിടെ ഒരു ഓപ്പറേഷൻ അവിടെ നടത്തിയ ശേഷം ആണ് ഇപ്പോൾ സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ വന്നത്. അപ്പോൾ സാർ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഫിലിം. അപ്പം ഒരു കലാകാരനാണ് ഏറ്റവും കൂടുതൽ ഉള്ളിൽ സാറിൻ്റെ വർക്ക് ചെയ്തത്. അപ്പോൾ എപ്പോഴാണ് സാർ ഈ ഒരു IPS ഓഫീസർ ഉള്ളിൽ കയറിയത്? അത് MA പരീക്ഷ കഴിഞ്ഞിട്ട് ശേഷം ഇനിയെങ്കിലും നമ്മളെ സ്വന്തം കാലുകളിൽ നമ്മൾ നിൽക്കേണ്ട ആ ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരീക്ഷ എഴുതാൻ എനിക്ക് ഒരു ചെറിയ താല്പര്യമുണ്ടായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ എല്ലാ ആളുകളും പോലീസിൽ ആയിരുന്നു. മൈ ഫാദർ വാസ് എ സബ് ഇൻസ്പെക്ടറിൽ നിന്ന് അദ്ദേഹം പിന്നെ പ്രൊമോഷനൊക്കെ വാങ്ങി അഡീഷണൽ SP ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. എൻ്റെ മെറ്റർണൽ ഗ്രാൻഡ് ഫാദർ, അമ്മയുടെ അച്ഛനും പോലീസിലായിരുന്നു. എൻ്റെ വേറെ കസിൻസും പോലീസിലുമുണ്ട്. അപ്പോൾ ഒരു പോലീസിൽ ജോലി കിട്ടിയാൽ കൊള്ളാം, അതോ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരു ചെറുതായിട്ട് നമ്മൾ ശ്രമിച്ചാൽ
രാജസ്ഥാൻ പോലീസിന് വേണ്ടി വേണ്ട, നമ്മുടെ ഇന്ത്യൻ പോലീസിന് വേണ്ടി ഒരു ട്രൈ ചെയ്താൽ തരക്കേടില്ല. അത് മനസ്സിന് വെച്ചിട്ട് തയ്യാറെടുപ്പ് എടുത്തതാണ്. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു സർ ഇങ്ങനെ ഞാൻ ഡിസിഷൻ അച്ഛൻ അതാണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എക്സൈസ് കമ്മീഷണറായിട്ട് എല്ലാ സ്കൂൾ കോളേജുകളിൽ പോയി എല്ലാ ദിവസവും ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഞാൻ പോയി കുട്ടികളോട് സംസാരിക്കുന്നുണ്ട്. സ്ട്രെസ് ലെവൽ ഇപ്പോൾ കുട്ടികളിൽ ഒരു പറയാൻ പാടില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അത് തുടങ്ങിയത് ഈ അമ്മ അച്ഛന്മാരോട് എപ്പോഴും ഈ കുട്ടികളുടെ കാര്യം എപ്പോഴും പറഞ്ഞാൽ നടക്കുക. അവർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതുമാത്രം പറഞ്ഞാൽ കുട്ടീനെ പഠിക്കാനും മനസ്സുണ്ടെങ്കിൽ കുട്ടി പഠിച്ചോളും. കുട്ടീനെ പഠിക്കാനും മനസ്സില്ലെങ്കിൽ കുട്ടി പഠിക്കില്ല. നമ്മൾ എത്രത്തോളം പറഞ്ഞത് ആ അവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഓർക്കുന്നു. എൻ്റെ അച്ഛൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് എന്തോ പഠിക്കണം, ജീവിതത്തിൽ എന്തോ ആവണം. ഓണസ്റ്റ്ലി അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് കഴിവനുസരിച്ച് നിങ്ങൾ പഠിച്ചോളും, നിങ്ങളുടെ സർവീസും നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് എടുത്തു. 2 വർഷമൊക്കെ ഇതിനു വേണ്ടി പഠിക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ പരീക്ഷ എഴുതി, നമുക്ക് ഒരു അവസരം കിട്ടി. നമ്മൾ വന്നിട്ട് നമ്മുടെ സർവീസ് ജോയിൻ ചെയ്തു. പോലീസിനാണ് കിട്ടിയത്. അപ്പോൾ പോലീസിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ജോലി എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഞാൻ എടുത്തിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് നേരിട്ട് ജോയിൻ ചെയ്തു. സാറിന് ഇപ്പം നല്ല ബീങ് എ രാജസ്ഥാനി, സാറിന് ഇപ്പം നല്ല അസലായിട്ട് ഇപ്പം ഞങ്ങൾ മലയാളം പറയുന്നതിനെക്കാട്ടിലും നല്ലതായിട്ട് മലയാളം സാറ് പറയുന്നു. സാറിനിപ്പം കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി? ആ കേരളമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് 34 വർഷം കഴിഞ്ഞു. 86-ൽ 34ാമത്തെ വർഷമാണ് ഇതെന്ന് പറയാം. 56-ൽ ഇവിടെ വന്നതാണ്. 85 സെലക്ഷനാണ്. 86-ൽ ഇവിടെ വന്നതാണ്, ഒക്ടോബർ 86. അതിനുശേഷം പിന്നെ ഒരു 5 വർഷം 2 പ്രാവശ്യം ഒരു PM സെക്യൂരിറ്റിയിലും പിന്നെ ഒന്ന് CBIയിലും മാത്രം അത് പോയിട്ട് ബാക്കി 23 വർഷം മൊത്തം സർവീസ് ചെയ്തത് ഇവിടെയാണ്, കേരളത്തിൽ തന്നെ അല്ലേ? അതാ സാറിന് മലയാളം പഠിക്കാൻ ഇച്ചിരി പാടായിരുന്നോ? മലയാളം പഠിക്കാൻ പാടായിരുന്നു. ഈ സബ്ജക്റ്റ് അത് സർവീസിൽ വരുമ്പോൾ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ വന്നത്. അതിന് മുമ്പ് എന്തോ ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു. ഇവിടെ ഞാൻ വന്നിട്ട് മനസ്സിലായി, ഇവിടെ ഈ ഭാഷ പഠിച്ചില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ പരാതി ഇവിടെ വരുമ്പോൾ തന്നെ സ്റ്റേഷനിൽ പണ്ട് ഞങ്ങളുടെ ആദ്യത്തെ പോസ്റ്റിങ്ങൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിരുന്നു. ഈ കഴക്കൂട്ടം ആറ്റിങ്ങൽ സ്റ്റേഷനിലൊക്കെയാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ പരാതികൾ അവിടെ ലൈനിന് അന്ന് ഞാൻ ഓർക്കുന്നു, പരാതികൾ രാവിലെ 8 മണിക്ക് ലൈനിൽ വന്ന് നിൽക്കും. ഇപ്പോൾ ആ സിസ്റ്റം ഇപ്പോൾ കാണുന്നില്ല. അവർ കുറേ കാര്യങ്ങൾ പറയുന്നു, മനസ്സിലാവുന്നില്ല. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളെ അന്ന് ഒരു ഹെഡ് കോൺസ്റ്റബിളിനോടൊക്കെ പറയും. പക്ഷേ ഞാൻ പറഞ്ഞത് അത് ശരിയല്ല, അത് പഠിക്കണം. അങ്ങനെ ഒരു ടീച്ചർ ഏർപ്പാട് ചെയ്തു. പിന്നെ സീനിയർ ഓഫീസേഴ്സ് ഒത്തിരി എന്നെ പ്രേരിപ്പിച്ചു. സുകുമാരൻ നായർ സാറുണ്ട്, റിട്ടയർഡ് DG ആണ്. അദ്ദേഹം ഞങ്ങളോട് ഈ കാര്യത്തിന് വേണ്ടി അദ്ദേഹം എന്നോട് വഴക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അത് നിനക്ക് ദോഷം ചെയ്യും, നിങ്ങളത് പഠിക്കണം. അന്ന് 1ാമത്തെ ക്ലാസ് ഒരു ടീച്ചർ ഏർപ്പാട് ചെയ്തിട്ട് ഈ മുതൽ 1ാമത്തെ സ്റ്റാൻഡേർഡ്, ഇന്ന് 2ാമത്തെ സ്റ്റാൻഡേർഡ്, ഇന്ന് 3ാമത്തെ സ്റ്റാൻഡേർഡ് പഠിച്ചത്. നമ്മളൊരു ഇരിക്കുമ്പോൾ സംസാരിക്കാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സംസാരിക്കാനോ എനിക്ക് തോന്നുന്നു 1-2 മാസത്തിൽ നമ്മുടെ, കാരണം നമ്മൾ സംസാരിക്കുന്ന ആളുകളെല്ലാം മലയാളിയാണല്ലോ. ഡ്രൈവർ, ഗൺമാൻ, ബാക്കി കോൺസ്റ്റബിൾസ് ഓർ പരാതിക്കാരോ അവർ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ സിനിമ. നമ്മൾ സംസാരിക്കുന്ന ഭാഷ ആകെ ലോകത്തിൽ എവിടെയെങ്കിലും കേൾക്കാൻ സാധിക്കുന്നത് സിനിമയിൽ മാത്രമാണ്. ക്വാളിറ്റി അതിനകത്ത് നമ്മൾ ആ സിനിമയിൽ സംസാരിക്കുന്ന അതിനകത്ത് വലിയ സാഹിത്യമൊന്നുമില്ല. അതാണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ സിനിമയിൽ എൻ്റെ കൂടെയുള്ള ഒരു സബ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഒരു ASI ഞാൻ കൂട്ടി കൊണ്ടുപോകും. അയാൾ എന്ത് പറഞ്ഞു, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇയാൾ പറയും. ബട്ട് ആഫ്റ്റർ 2-3 months ഐ സ്റ്റാർട്ടഡ് സീയിങ് മൂവീസ് അലോൺ. എല്ലാ ആഴ്ച സിനിമ മാറും, നമ്മൾ പോയി കാണും. അപ്പോൾ സംസാരിക്കാൻ ഞങ്ങൾ 1-2 മാസത്തിൽ പഠിക്കാൻ എനിക്ക് നമുക്ക് കഴിഞ്ഞെങ്കിലും എഴുതാനൊക്കെ അത് 6 മാസം. 2 ടെസ്റ്റുണ്ട്. 7ാമത്തെ സ്റ്റാൻഡേർഡ് പാസ്സാക്കണം, 9ാമത്തെ സ്റ്റാൻഡേർഡ് പാസ്സാക്കണം. ഓരോരോ പ്രാവശ്യം ഞാൻ എഴുതിയുള്ളൂ. ഫസ്റ്റ് ക്ലാസ് കൊണ്ട് പാസ് ചെയ്തു.
അല്ല, ഇത് നമ്മൾ കേട്ട് പഠിക്കണം കേട്ടോ. സർ ശരിക്കും സർ ഇപ്പോൾ ഒരുപാട് മലയാളം പഠിക്കാൻ വേണ്ടി സാറ് ഫിലിംസ് ഒരുപാട് കണ്ടു. കുഞ്ഞുനാൾ മുതലേ അമ്മയുടെ കൂടെ പോയിട്ട് ഫിലിംസ് ഒരുപാട് കണ്ടു. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, കലയെ ഭയങ്കരമായിട്ട് സർ ഉള്ളിൽ ആരാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സർ. അപ്പോൾ അങ്ങനെ ഇപ്പം എൻ്റെ ഒരു കാര്യം ഞാൻ ചോദിക്കുക, അങ്ങനെ സാർ ഒരു പ്രാവശ്യം ഒരു സീരിയലിൽ അഭിനയിക്കണം എന്ന് സാറിന് തോന്നി, അതോ സംബഡി ഇൻവൈറ്റഡ് യു? അതെ, അത് ഒരു 3-4 എപ്പിസോഡിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ അത് എനിക്ക് അവിടെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മുടെ ഒരു ഷോട്ട് എടുത്ത ശേഷം പിന്നെ ആ അടുത്ത ഷോട്ടിൻ്റെ ഒരു സമയം അവധി ഒന്നുമില്ല. അപ്പോൾ അത് എനിക്ക് വെയിറ്റ് ചെയ്യാനും പിന്നെ എനിക്ക് അപ്പോൾ പിന്നെ ഞാൻ നിർത്തി. അല്ല, ശരിക്കും സാറിന് അഭിനയിക്കാൻ ഇഷ്ടമാണോ? അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമൊന്നുമില്ല. എനിക്ക് ഐ ഫീൽ ലൈക്ക് ഡയറക്ടിങ്. ചിലപ്പോൾ ആഫ്റ്റർ മൈ റിട്ടയർമെൻറ്റ് ഐ മേ ഡയറക്ടർ മലയാളം മൂവി, ഹിന്ദി മൂവി, കന്നഡ മൂവി. അതിനുവേണ്ടി ഞാൻ ആദ്യത്തെ പഠിക്കും. ലൈക്ക് മലയാളം പഠിച്ച പോലെ സ്ക്രീൻ പ്ലേ റൈറ്റിംഗും ആൻഡ് ഡയറക്ഷൻ ഐ വിൽ ടേക്ക് പ്രോപ്പർ ക്ലാസ്സസ് ആൻഡ് ഐ മേ അറ്റംപ്റ്റ്. ഏതായിരിക്കും ഫസ്റ്റ് മൂവി? വിച്ച് ലാംഗ്വേജ്? മലയാളം പോലെ. നമ്മൾ 34 വർഷം ഇവിടെ താമസിച്ചിട്ട് പിന്നെ വേറെ സ്ഥലത്തിന് പോകാൻ കാര്യമൊന്നുമില്ലല്ലോ. സിനിമ അത്രയും അല്പമൊന്നുമല്ല. സിനിമയിലെ ഈ ഒരു സിനിമ കാണാൻ പറഞ്ഞു വെച്ചാൽ ആ 2.5 മണിക്കൂർ 3 മണിക്കൂർ എത്രത്തോളം ആളുകൾ പാടുപെട്ടെന്ന് അറിയാമോ? ഒരു കാര്യം ഞാൻ എല്ലായിടത്തോടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ വേണ്ടി എന്തെല്ലാം നമ്മുടെ പറ്റണം. താങ്കളുടെ അമ്മയാണ് സത്യം സിനിമയിൽ. താങ്കളുടെ മുടി പോലെ താങ്കൾ കട്ട് ചെയ്യേണ്ടി വന്നല്ലോ. ഒരു സ്ത്രീകളിത് ഒരു മുടിയോ കട്ട് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ വളരെ ഒത്തിരി സുഖമായ കാര്യമൊന്നുമില്ല. സ്റ്റിൽ യു ഡിഡ് ഇറ്റ് ഫോർ ദാറ്റ് ഫിലിം. അപ്പോൾ അതിനുവേണ്ടി ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മൾ ഒരു റോളിലെ അതിജീവിക്കാൻ വേണ്ടി, നന്നായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നു. ഈ അമിതാഭ് ബച്ചൻ സാറിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു പ. അതിന് ഈ സിനിമ മാഗസിൻസ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ റോൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നേ ഉള്ളൂ പായിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുട്ടിയായിട്ട് കാണുന്നത്. ദൗ ഹീ ഈസ് 70 years old ബട്ട് ഹി ലുക്സ് ലൈക്ക് എ ബോയ്. അതിന് മേക്കപ്പ് ഷൂട്ട് ചിലപ്പോൾ 2 മിനിറ്റിൻ്റെ ഉള്ളൂ. പക്ഷേ അതിന് മേക്കപ്പ് എല്ലാ ദിവസം 8 മണിക്കൂറിൻ്റെ മേക്കപ്പ്. വെളിയോട് വന്ന് അവിടെ ഇരിക്കും, 8 മണിക്കൂർ ആ മേക്കപ്പ് ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ ഒരു ആ ഷോട്ട് ചിലപ്പോൾ 2 മിനിറ്റിൻ്റെ ഒക്കെ ആയിരിക്കാം പറഞ്ഞത്. ഒരു സിനിമ ഉണ്ടാക്കുക, സിനിമയിൽ അഭിനയിക്കുക എന്ന് വെച്ചാൽ. സർ, ഇന്ന് ഞാൻ ഈ ഷോയ്ക്ക് വരുന്നതിന് മുന്നേയും പേപ്പറിൽ വായിക്കുന്ന ഏക ന്യൂസസ് ഈവൻ സാർ പോലും വായിച്ചിട്ടുണ്ടാവും. ഈ ലഹരിയിൽ എല്ലാവരും അടിമപ്പെട്ടിട്ട് പല കൊലപാതകങ്ങളാണ് സർ നമ്മുടെ ഇപ്പോൾ യൂത്തിൻ്റെ ഇടയിലായാലും ശരി, അവരങ്ങ് വയലൻ്റ് ആവുകയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ അതിന് ഇരയാവുന്നുണ്ട്. ശരിക്കും സർ, ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? ഈ നമ്മുടെ വരുന്ന ന്യൂ ജനറേഷനെ നമുക്ക് രക്ഷിച്ചൂടെ? ലഹരി വസ്തുക്കൾ ഉൽപാദനം 100% ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളിലാണ്. അതെ, ഇവിടെ ഇല്ല. അപ്പോൾ പക്ഷേ ഇല്ലയെന്ന് പറഞ്ഞു വെച്ചാൽ ഈ 95% ഈ നമ്മുടെ 95% നമ്മുടെ കഞ്ചാവ് പറഞ്ഞത് തമിഴ്നാട്, തെലങ്കാന നിന്നാണ്. അവിടെ ഒരു ജില്ലയിൽ തന്നെ കൃഷിയായിട്ട് ഇത് ഉൽപ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതൊരു കൃഷിയാണ്. പക്ഷെ നമുക്ക് ഇത് ഒരു ലഹരിയായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ അതൊന്ന് തടയാൻ വേണ്ടി അവരുടെ ഓഫീസർമാരോട് പോയി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇതൊന്ന് തടയണം. ഞങ്ങളത് മാഡം പറഞ്ഞ പോലെ 5 കിലോ എവിടെ നിന്ന് പിടിച്ചു, 10 കിലോ അവിടെ നിന്ന് പിടിച്ചു. അവർക്ക് എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോയി പിടിക്കലുണ്ടല്ലോ, ഇവിടെ പേടിയൊന്നുമില്ല. ആരോട് പിടിച്ചാലും അവരൊക്കെ നമ്മുടെ മുമ്പിൽ ആ സാധനം കൊടുക്കുകയാണ്. ആ അവസ്ഥ അല്ല അവിടെ. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് കേരളം ഒരു ലഹരി വിമുക്ത കേരളം ആവണം എന്നൊരു ആഗ്രഹം ഈ പറഞ്ഞ ഞങ്ങൾക്ക് അമ്മമാർക്കുണ്ട്. എന്താണ് നടക്കുന്ന കാര്യം ഞാൻ മാഡത്തിനോട് പറയാം. ഈ ജയിലിൽ പോവുക എന്ന് പറഞ്ഞു വെച്ചാൽ 2 രീതിയിലാണ് ആളുകൾ ജയിലിൽ പോവുക. ഒരാൾ ഇന്ന് രാവിലെ ഉദാഹരണത്തിന് ഇന്ന ആളെ ഒരു 5 കിലോ 1 കിലോ കഞ്ചാവായിട്ട് പിടിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇയാളെ ജയിലിലേക്ക് അയക്കണം. അതിൻ്റെ ഒരു ആദ്യത്തെ ഇയാളുടെ ജയിൽവാസമാണ്. അതായത് പിടിക്കുക, റിമാൻഡ്, ഇയാളുടെ കേസിൻ്റെ ഒരു 15 ദിവസം ഏതായാലും ഇയാൾ ജയിലിലുണ്ടാവും. അതിനുശേഷം ഞങ്ങൾ ചിലപ്പോൾ അന്വേഷിച്ചിട്ട് കേസ് കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ 2 രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ, ക്വാണ്ടിറ്റി ഉദാഹരണത്തിൽ 50 ഗ്രാമേ ഉള്ളൂ, 50 ഗ്രാം മാത്രം കിട്ടിയ ആളിന് നമ്മൾ എത്രത്തോളം നമുക്ക് ജയിലിൽ വെക്കാൻ പറ്റുക?
പക്ഷേ എന്നിട്ടും ഞങ്ങൾ ജയിലിലേക്ക് അയക്കുന്നുണ്ട്. ഡി ജി പി ജയിൽ ഡി ജി പി ആയിട്ട് ഞാൻ അവിടെ പോയി എല്ലാ ജയിലുകളും ഞാൻ സന്ദർശിച്ചു. എല്ലാ 55 ജയിലുകളും സന്ദർശിച്ചിട്ട് ഡി ജി ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അവിടെ പോയി അവരുടെ ബുക്കുകൾ ഞാൻ കണ്ടല്ലോ. അതിന് മുമ്പിലുള്ള എല്ലാ സ്ഥലത്തിലും ആളുകൾ പോയിട്ടൊന്നുമില്ല. അവിടെ പോയിട്ട് അവിടെ കിടക്കുന്ന ആളുകളോട് എല്ലാ ആളുമായി ഞാൻ സംസാരിച്ചു. അവർ ആരാണ്? 8000 ഏകദേശം അന്നത്തെ കാര്യമാണ്. 8000 ആളുകളാണ് നമ്മുടെ ജയിലുകളിൽ കിടക്കുന്നത്. 8000 4000 ആളുകൾക്ക് ശിക്ഷ കിട്ടി. അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാക്കി 4000 ആളുകളുണ്ട്. അവരുടെ കേസുകൾ വിചാരണ തീർന്നിട്ടില്ല. ഈ 4000 ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അന്ന് 50% അതായത് 2000 ആളുകൾ ഈ കഞ്ചാവ് പിടിച്ച ആളുകളൊക്കെ കഞ്ചാവും ഗുളികളൊക്കെ പിടിച്ച ആളുകളാണ്. അവരുടെ കേസുകൾ ഇപ്പോൾ വിചാരണയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആളുകൾ അവിടെ താമസിക്കും. അവരോട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനിയും ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നിങ്ങൾ ശിക്ഷ കഴിഞ്ഞിട്ട് ശേഷം തിരിച്ചു വന്നാൽ അവർ പറയുന്നത് തിരിച്ചു പോയാൽ ഞങ്ങൾ ഇതേ ചെയ്യുള്ളൂ. ഈ സ്കൂൾ കോളേജിൽ പോയി നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഇത് കഴിക്കുന്നത്? നമ്മൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞാലോ. അതിന് 3-4 കാരണങ്ങളുണ്ട്. അതാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോൾ 1-2 അല്ല 3-4 വർഷത്തിന് ശേഷമേ ആ ഇഫക്റ്റ് വരുള്ളൂ. ഒരു ആകാംക്ഷ കൊണ്ടാണ് ഈ കുട്ടികൾ കഴിക്കുന്നത്. അതെ, ആകാംക്ഷ കൊണ്ട്. അത് ചിലപ്പോൾ വേണമെങ്കിൽ ഇതിനകത്ത് ഒരു അമ്മ താങ്കൾ പോലുള്ള നമ്മുടെ അമ്മമാർക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ രണ്ടാമത്തെ കാരണമാണ് പിയർ പ്രഷർ. അതായത് കൂടെ പഠിക്കുന്ന സീനിയറായിട്ട് പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് അവരെ താഴത്തെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ ഇത് കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. അത് ഇറ്റ് ഈസ് എ ഫാക്ട്. ഇത് തടയാനാണെങ്കിൽ ഇത് എവിടെയാണ് നടക്കുന്നത്? സ്കൂളുകളിലാണ് നടക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് ടോയ്ലറ്റോ ഹോസ്റ്റലിൽ അല്ല ഏറ്റവും കൂടുതൽ ഗുളി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഇത് നടന്ന ക്ലാസ്സുകളിലാണ്. നടന്ന ക്ലാസ്സിൽ ഒരു ടീച്ചർ അവിടെ ഉണ്ട്. ആ ടീച്ചർ അപ്പോൾ തടയാൻ നമ്മൾ ശ്രമിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാനും ഒരു ലെക്ചറായിരുന്നു പണ്ട്. ഈ സർവീസിൽ കയറുന്നതിന് മുമ്പ് 1 വർഷം ഞാൻ ലെക്ചറായിരുന്നു, ടെമ്പററി പോസ്റ്റിൽ. അപ്പം എനിക്ക് ആ സാഹചര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവർ ഞാൻ പറഞ്ഞ കാര്യം അവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോഴും നോക്കുമ്പോൾ ഞാൻ ടീച്ചർമാരോടും ഞാൻ പറയാറുണ്ട്, പ്രിൻസിപ്പൽമാരോടും ഞാൻ പറയാറുണ്ട്, സ്കൂളിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് അത് താങ്കൾക്ക് മാത്രം വിചാരിച്ചാലേ അത് ചിലപ്പോൾ നടക്കാതെ ഇരിക്കുകയുള്ളൂ. ഓരോ ക്ലാസ്സിലെ ഒരു എക്സൈസ് കമ്മീഷണറെയോ ഇല്ലെങ്കിൽ പോലീസ് കമ്മീഷണറെയോ ഒക്കെ പോയി അത് തടയാൻ പറ്റുമോ? അത് ചിലപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടില്ല. സർ, ഇപ്പം ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുവാണ്. ഇപ്പം സാർ പറഞ്ഞല്ലോ ടീച്ചേഴ്സോ പ്രിൻസിപ്പൽസോ ഒന്നും അതിന് വേണ്ടി റിയാക്ട് ചെയ്യുന്നില്ല എന്ന്. നമ്മൾ പേപ്പറിൽ തന്നെ വായിക്കുന്നുണ്ട് സർ. അതായത് നമുക്ക് ഉപദ്രവം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അല്ല ചുമ്മാ ഒരു അടിയിലല്ല, കത്തിക്കുത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത്. അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചാൽ ആ കുട്ടി ലഹരിയിൽ അടിമപ്പെട്ട ഒരു കുട്ടിയാണ് എങ്കിൽ അവൻ വയലൻ്റ് ആവുന്നത് ഈ ഒരു രീതിയിൽ കൂടെ മാത്രമേ ഉള്ളൂ. കാര്യം നമ്മളിപ്പോൾ കണ്ടു എത്ര പെൺകുട്ടികളാണ് അതിന് ഇരയായിട്ടുള്ളത്. ഈ ലഹരി മൂത്തിട്ട് കുട്ടികൾ വയലൻ്റ് ആയിട്ട് ഉപദ്രവിക്കുന്നത്. ആ ഒരു ഭയം ടീച്ചേഴ്സിൻ്റെ കയ്യിലും ഉണ്ടാവില്ലേ സർ? അതുകൊണ്ടായിരിക്കാം അവർ ചൂണ്ടിക്കാണിക്കാത്തത്. ടീച്ചർമാരുടെ പ്രോബ്ലമുണ്ട്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളത് പറഞ്ഞാൽ അടുത്ത എത്രയോ ടീച്ചർമാർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലും ഈ കുട്ടികളോ ഇത് ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട, നിങ്ങളെന്തോ കഴിക്കുന്നു, ഇങ്ങോട്ട് വരൂ, ഞാൻ പ്രിൻസിപ്പലിനോട് പറയും, ഞാൻ അമ്മ അച്ഛനോട് പറയും. സർ, അപ്പോൾ തന്നെ നല്ല ഒരു ശതമാനം കേസുകളിൽ അവർ ബാലാവകാശ കമ്മീഷനിലേക്ക് എൻ്റെ അഭിപ്രായമായിട്ട് പരാതി അയക്കുകയാണ്. അപ്പോൾ നേരെ ഒരു ദിവസം ആ ബാലാവകാശ കമ്മീഷനിൻ്റെ ചെയർമാൻ മാഡമായി ഒരു ദിവസം ഞങ്ങൾ ഒരു ഫംഗ്ഷനിലും ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, അപ്പോൾ ഇത് ശരിയാണോ? ശരിയാണ്, പക്ഷേ ഇങ്ങനെ ഒരു പരാതി വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രാവശ്യം ഈ ടീച്ചർ പിടിച്ചിട്ട് ചോദിക്കേണ്ടി വരും. അപ്പോൾ അത് അവർക്കൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. നമ്മൾ അത് നോക്കണം. ആ അമ്മ അച്ഛന്മാർ ആ സമയത്തിൽ നോക്കണം, ഈ കുട്ടി പറഞ്ഞ കാര്യം ശരിയാണോ ഇല്ലയോ എന്ന്. ഏതൊരു കുട്ടി ഇത് കഴിക്കാൻ ചിലപ്പോൾ കഴിക്കാൻ തുടങ്ങിയെന്ന് വിചാരിച്ചു, ഇത് അമ്മ അത് അപ്പോൾ തന്നെ അമ്മക്ക് മനസ്സിലാവും. കാരണം അമ്മ ഈ കുട്ടിയെ നോക്കുന്നതിന് 1-2 ദിവസം മുതലല്ല, ജനിച്ച മുതലാണ് നോക്കുന്നത്. ആദ്യത്തെ 1 വർഷത്തിന് കുട്ടിയുടെ സംസാരം പോലും ഇല്ലായിരുന്നു എന്ന സമയത്തിലും കുട്ടിക്ക് അമ്മ കണ്ടാൽ തന്നെ അമ്മക്ക് മനസ്സിലാക്കാമായിരുന്നു ഇന്ന കുട്ടിക്ക് സുഖമില്ല. കുട്ടിയുടെ മുഖം തന്നെ കണ്ടാൽ അമ്മക്ക് ആ സമയം മുതൽ അമ്മയുടെ കൂടെ ഇരിക്കുന്ന കുട്ടി ഒരു 14 വയസ്സോ അല്ലെങ്കിൽ 18 വയസ്സോ സമയത്തിൽ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങിയ ശേഷം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു വല്ലായ്മ,
ചിലപ്പോൾ അമ്മയെ ഒരു കാണുമ്പോൾ ഒരു കെട്ടിപ്പിടിക്കാനുള്ള ഒരു ഭാവം അതുകൊണ്ട് അത് ഒരു അമ്മയുടെ അടുത്ത് പോകണ്ട. ഒരു സ്കൂളിൽ 8 മണിക്കൂർ സ്കൂളിൽ ഉണ്ടായിട്ടും നേരെ വീട്ടിൽ വന്നിട്ട് മുറിയുടെ അകത്ത് പോവുക. സഹോദരന്മാരോട് സംസാരിക്കലില്ല. അമ്മയെ നേരെ നോക്കിയാൽ പോലും അവർക്ക് പേടിയുണ്ടാവും. കാരണം അമ്മ തിരിച്ച് കണ്ടാൽ അവർക്ക് മനസ്സിലാവും അമ്മ അവരെന്തൊക്കെയാണ് ചെയ്തിട്ട് അവർക്ക് തിരിച്ച് അമ്മക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരോട് സംസാരിക്കില്ല, വീട്ടിൽ സംസാരമേ ഇല്ല. ശരീരം അവരുടെ തളരുന്നു, ഭാരം കുറയുന്നു, അവരുടെ ഗ്രേഡ് താഴത്തിലേക്ക് വരുന്നു. ഞങ്ങളിപ്പോൾ കുട്ടികളെക്കാൾ കൂടുതൽ ക്ലാസ് എടുക്കുന്നത് ഈ പാരൻസിൻ്റെയാണ് ഞാനിപ്പോൾ എടുക്കാൻ തുടങ്ങിയത്. ഐ തിങ്ക് ഇൻ ദി ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഡ്രഗ്സ് ഈ പാരൻസിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ പറയൊന്നുമില്ല, നാട്ടുകാരറിയും, അയൽവാസികൾ അറിയിക്കും, വേണ്ട. സ്വന്തം ഭർത്താവിനോടും ചിലപ്പോൾ പറയാത്ത അവസ്ഥ എത്രയോ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മനസ്സിൽ വെച്ച് നടന്നാൽ ഈ കുട്ടിക്ക് ഗുണമൊന്നുമില്ല. ഈ കുട്ടീൻ്റെ അവസ്ഥ കൂടുതൽ വഷളാവും. പിന്നെ അവർ ഈ നമ്മളെ ഈ കുട്ടികളെ ഈ ഗുളി കഴിക്കുന്ന കുട്ടികളെ നന്നാക്കുകയാണെങ്കിൽ അതിന് ഒരു പരിധിയുണ്ട്. പരിധിയുടെ അപ്പുറത്ത് പോയാൽ പിന്നെ അവർ അഡിക്റ്റായി പോകും. പിന്നെ അത് ആ രീതിയിൽ ചിലപ്പോൾ അവർ മരിക്കും. അതെ, കറക്റ്റ് സർ. സർ, അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഒരു സംശയമാണ്. ഇവിടെ വന്നാൽ ശിക്ഷ ലഭിക്കും എന്നുള്ളതും നമുക്ക് അവർക്കൊരു അവയർനെസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഒരു പേടി പോലെ ഇതും കൊണ്ടുവരുന്ന ആൾക്കാർക്ക് കേരളത്തിൽ പോണ്ട, അവിടെ പറ്റില്ല എന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ അവർ ഈ കൊണ്ടുവരുന്നവർക്ക്? 64,000 കുട്ടികൾ 2014 വീട് വിട്ടിട്ട് ഓടിക്കളഞ്ഞു. അതായത് 8,000 മണിക്കൂറുകളുണ്ട് ഒരു വർഷത്തിൽ. 8,000 മണിക്കൂറിൽ 64,000 കുട്ടികൾ പോയാൽ ദാറ്റ് ഈസ് ഓരോ മണിക്കൂറിൽ 8 കുട്ടികൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെയും ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എടുത്താൽ എല്ലാ 8 മിനിറ്റിലും ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിൽ, കേരള ഉൾപ്പെടെ. അവർക്ക് ഓടിപ്പോകാൻ ഒരു കാര്യമില്ല. വീട്ടിൽ നമ്മൾ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ ഭക്ഷണം കിട്ടുന്നു, ഫ്രീ ആയിട്ട് ഫീസ് ആരോ കൊടുക്കുന്നു, നമ്മൾ ശാന്തമായിട്ട് ഒരു കുഴപ്പമില്ലാതെ അവിടെ ജീവിച്ച പോരെ. പക്ഷേ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞു. ആ കുട്ടി ഓടുകയാണ്. ഒന്ന്. രണ്ടാമത്തെ 2016 9,000 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. 8,000 മണിക്കൂർ 9,000 ആത്മഹത്യകൾ. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഓരോ മണിക്കൂറിൽ ഓരോ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. ഇതിൽ ആത്മഹത്യ ചെയ്യാൻ വേറെ കാരണങ്ങൾ പലതും കാണും. പക്ഷേ ഏറ്റവും വലിയ കാരണം അവർക്ക് ആ സ്ട്രെസ് കൊണ്ട് താങ്ങാൻ പറ്റില്ല. ആ സ്ട്രെസ് എന്താണെന്ന് ഒരു കുട്ടീനോട് ചോദിച്ചാൽ മനസ്സിലാവും. വാട്ട് ഈസ് ഹിസ് സ്ട്രെസ്, ഹിസ് ഓർ ഹർ സ്ട്രെസ്. എനിക്ക് ഈ അമ്മ അച്ഛനും അവർ കൂടുതൽ ശല്യം ചെയ്തില്ലെങ്കിലും അവർ ആഗ്രഹിക്കുന്നത് എനിക്ക് A+ ഗ്രേഡ് കിട്ടുമോ, ഈ പ്രാവശ്യം എനിക്ക് കിട്ടുമില്ല, ഞാൻ എങ്ങനെ മുഖം ഈ അമ്മനോട് എങ്ങനെ കാണിക്കും, ഞാൻ ടീച്ചറെ എങ്ങനെ ഫേസ് ചെയ്യും. ഇതിനേക്കാൾ ഭേദം നമ്മൾ മരിക്കാനാണെന്ന്. ഇപ്പോൾ ഈ IAS IPSൻ്റെ കുറേ ക്ലാസ്സുകൾ ഞാൻ പോകുന്നുണ്ട്. ഒരു ദിവസം ഞാൻ പോകുമ്പോൾ അവിടെ കുഞ്ഞവിടെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വന്നത്? ഞാൻ 6ാമത്തെ ക്ലാസ്സിൽ പഠിക്കുകയാണ്, എനിക്ക് IAS ആവണം. ഈ ആൾക്ക് പരീക്ഷ പോലെ ഇയാൾക്ക് അടുത്ത 15 വർഷം ഇയാൾക്ക് പരീക്ഷ പോലെ ഇയാൾക്ക് എഴുതാൻ പറ്റില്ല. 15 വർഷം ശേഷം എന്ത് സംഭവിക്കാൻ പോകുന്നു അതിൻ്റെ ഇപ്പോൾ തയ്യാറെടുപ്പ് എടുത്തിട്ട്. അപ്പോൾ ഇയാളുടെ IASൻ്റെ ഏതായാലും ക്ലാസ്സിൽ വന്നല്ലോ, ഇയാളെ പ്രേരിപ്പിച്ചത് ആരാ? ആവാ. ഇയാൾ ഒന്ന് ക്ലാസ്സിൽ പോയാൽ ഇയാൾക്ക് ഗുണം കിട്ടുകയുള്ളൂ. അതിൻ്റെ മൈനസ് പോയിൻ്റ് എന്താണ്? ഇയാൾ ചെയ്യാൻ പോകുന്ന ഈ 6ാമത്തോ 7ാമത്തോ 8ാമത്തെ ക്ലാസ്സിൽ ഇയാൾ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്സ് കൊണ്ടുവരിക, അതും ഇയാളത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അവിടെ ഈ IAS ക്ലാസ്സിൽ ഒന്നും നടക്കുമൊന്നും ഇല്ലാതെ ഉറപ്പാണ്. കാരണം ഈ ഈസ് ഓൺലി 12 years old. പിന്നെ ഇവിടെ ഈ ക്ലാസ്സിൽ ടൂ മച്ച് ബേർഡൻ. ഫോർ വാട്ട്? ഈ ടൂ മച്ച് ബേർഡൻ ഉണ്ടാക്കുന്നത് നമ്മളെ അറിയാത്തയോ ഈ അമ്മാച്ചന്മാർ ഈ കുട്ടികളുടെ ശത്രുവാണെന്നല്ല. അവർക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ലാന്ന് അവർ മനസ്സിലാക്കണം. ഓരോ സമയം വരുമ്പോൾ ഫോർ എവറിത്തിങ് ദർ ഈസ് എ ടൈം. SSLC പഠിക്കുകയാണെങ്കിൽ അവർ SSLCയുടെ കാര്യങ്ങൾ മാത്രം നോക്കുക. അവർക്ക് ഒരു കഴിവനുസരിച്ച് മാത്രമേ അവർ നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എവരിവെയർ ഐ ഗീവ് ദി എക്സാമ്പിൾ ഓഫ് മൈ ഓൺ സൺ. പുള്ളിൻ്റെ പഠനത്തിന് ഒരു താല്പര്യമില്ലായിരുന്നു. ഈ ചെയ്യുന്ന അപ്പോൾ 58%, 59%, 60%-നേക്കാൾ മുകളിൽ പുള്ളി നമ്പർ പോകുന്നില്ല. അപ്പം ഞങ്ങൾ ചോദിക്കാൻ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു, ഇത് എന്താ, എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, ഐ ക്യാൻ ഓൺലി ഡു ദിസ് മച്ച് ഓൺലി. അതിനുശേഷം ഞങ്ങൾ പിന്നെ കുട്ടീനോട് ചോദിച്ചില്ല, നമ്മൾ പിന്നെ എന്തിനാ ശല്യം ചെയ്യുന്നത്? അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ 10ാമത് +2 കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, +2 ഇയാൾ 62% കൊണ്ടാണ് പാസ്സായത്. 62 ഇന്നത്തെ ലോകത്തിൽ ഒരു കാര്യമൊന്നുമില്ല നമുക്കറിയാവുള്ളൂ. ഞാൻ പറഞ്ഞു, ഇനി എന്താ പരിപാടി?
എനിക്ക് ഇപ്പോൾ ഇനിയും പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല. ശരി, പോട്ടെ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക? എനിക്ക് ഒരു അനിമേഷൻ പുള്ളിക്ക് സംഹൗ ഹി ഗോട്ട് സം ഇൻട്രസ്റ്റ് ഇൻ ഈ ഡ്രോയിങ് അല്ല, ഈ അനിമേഷൻ സിനിമ ഉണ്ടാക്കാൻ എനിക്കായിരുന്നു താല്പര്യമുണ്ട്. ഇനി ഒരു ഡിപ്ലോമ എനിക്ക് ചെയ്ത് തന്നാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ആ ഡിപ്ലോമ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് ഇയാൾ ഒരു ഡിപ്ലോമ ഞാൻ ചെയ്യിപ്പിച്ചു. 2010 ഇയാൾ തിരിച്ചു വന്നു. അന്ന് ഞാൻ ബോംബെയിലും ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ സ്റ്റുഡിയോയിൽ ഇയാൾ ആദ്യമായിട്ട് കയറി. അതിനുശേഷം അവിടെ നിന്ന് ഒരു വലിയ സ്റ്റുഡിയോയിൽ ഇത് തന്നെത്താൻ പോയി. അപ്പോൾ ഇറ്റ് ഈസ് ഓൾ അതെല്ലാം പ്രൊഫഷണൽ വർക്കാണ്. ഇയാൾ എന്ത് ചെയ്യുന്നു പോലെ എനിക്ക് ഇതുവരെ അറിയില്ല. ദെൻ ഇയാൾ ബാംഗ്ലൂരിലേക്ക് വന്നു. അവിടെ ഒരു സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഒരു അമേരിക്കൻ സ്റ്റുഡിയോ അവിടെ ഉണ്ട്. ഇന്ത്യയിൽ ആ സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ. അവിടെ പരീക്ഷ കൊടുത്തിട്ട് അവരോട് ഓൺലൈൻ പരീക്ഷ കൊടുത്തിട്ട് അവിടെ കിട്ടിയതാണ്. ആ സ്റ്റുഡിയോക്കാർ ഇയാൾ പണി കണ്ടിട്ട് ഇയാൾ ലണ്ടനിലേക്ക് അയച്ചു. ലണ്ടനിൽ നിന്ന് ഇയാൾ വേറെ ഒരു പരീക്ഷ കൊടുത്തിട്ട് ദാറ്റ് ഈസ് ചൈനയിലേക്ക് പോയി. ഇപ്പോൾ ഇയാൾ ചൈനയിൽ ഒരു സ്റ്റുഡിയോയിൽ അനിമേഷൻ ആർട്ടിസ്റ്റായിട്ട് ഇയാൾ ജോലി ചെയ്യുകയാണ്. 12th ക്ലാസ്സിൽ ഉള്ളൂ പഠനം. അപ്പം ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇയാളെ ഞാൻ ഒരു വാശി പിടിച്ചിട്ട് ഞാനൊരു ഇന്ത്യൻ സിവിൽ സർവീസിലല്ലേ, ഇയാൾ എൻ്റെ മകനായിക്കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇയാളെ നിർബന്ധിച്ചാൽ മാഡം ഒന്നും ആലോചിച്ച് നോക്കി എന്ത് സംഭവിക്കാമായിരുന്നു. ഇയാൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ വീട്ടിൽ ഇറങ്ങി പോവുക, ആത്മഹത്യ ചെയ്യുക, ശരീരം ഹാനി ചെയ്യുക, എന്തിനാ വേണം? ഒന്നും ആയില്ലെങ്കിലും നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തുണ്ടല്ലോ, അവർക്ക് അവരുടെ കഴിവനുസരിച്ച് അവരൊക്കെ എന്തെങ്കിലും ആയിക്കോളും. വി ഷുഡ് വെയിറ്റ് ഫോർ ദാറ്റ്. ഇപ്പൊ സാർ പറഞ്ഞ വലിയൊരു പോയിന്റ് ആണ് ഇത്. നമ്മുടെ കുട്ടികളെ ഇനി നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മുടെ പാരന്റ്സ് ആണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്. ഞാൻ ഓരോ ജില്ലയിൽ ഓരോ ഡി അഡിക്ഷൻ സെൻറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. യു വോണ്ട് ബിലീവ് ഇറ്റ് മാഡം. ഡി അഡിക്ഷൻ സെൻറ്റർ കുട്ടികൾക്ക് വേണ്ടി. അവിടെ കൂടുതൽ ഈ മദ്യം കുടിച്ചിട്ട ആളുകൾ, അഡിക്റ്റായ ആളുകളും ചിലപ്പോൾ കൂടുതലാണെങ്കിൽ അവർക്ക് വരാനേ ഉള്ളൂ. ബട്ട് ബേസിക്കലി ദാറ്റ് ഫെസിലിറ്റി ഈസ് ഫോർ ഈ രീതിയിൽ ഈ SSLC +1 +2 പഠിക്കുന്ന കുട്ടികൾ അഡിക്റ്റ് ആവുകയാണെങ്കിൽ കോളേജിൽ അവരെ അങ്ങോട്ട് കൊണ്ടുവരിക, അവരെ അഡ്മിറ്റ് ചെയ്യുക. ഫ്രീ ആണ്. അത് നമ്മുടെ ഈ ഗവൺമെൻറ് സെക്ടറിലാണ്. ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയിലുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ്, കൊല്ലമുള്ള ചാത്താന്നൂരിലാണ്, പത്തനംതിട്ടയിലുള്ള റാന്നിയിലാണ്. അങ്ങനെ എല്ലാ 14 സെൻറ്ററിൽ കഴിഞ്ഞ 6 മാസമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ അവരുടെ കുട്ടികളെ അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ അവിടെ കൊണ്ടുവന്നിട്ട് ചികിത്സിപ്പിച്ചാലും അവർക്ക് നന്നായിട്ട് തിരിച്ചു കൊണ്ടുപോകാമല്ലോ. കൗൺസിലിംഗ് സെൻറ്റർ ഞങ്ങൾ തുടങ്ങി. എൻ്റെ ഓഫീസിലൊരു കൗൺസിലിംഗ് സെൻറ്ററുണ്ട്, എറണാകുളത്തിലും ഉണ്ട്, കോഴിക്കോടിലും ഉണ്ട്. എല്ലാ ആളുകളും അവിടെ കടത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നൊന്നുമില്ല. കാര്യങ്ങൾ സംസാരിച്ചിട്ടും അവർക്ക് ഒരു കൗൺസിലർ, ഒരു സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകാം. ഒരു ലൈനിലെ കാര്യം പറഞ്ഞു വെച്ചാൽ അച്ഛന്മാർ ഇത് ഒരു മനസ്സിൽ വെച്ച് നടക്കരുത്. ഇറ്റ് ഈസ് എ പ്രോബ്ലം. ഇത് അവർ മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ അതിന് പരിഹാരം ചെയ്യാനാണ് വേണ്ടത്. ഇനിയും അമ്മമാര് ഇത് എന്താ പറയുക, അറിഞ്ഞിരിക്കേണ്ട കുറേ അറിവുകളാണിത്. അതുകൊണ്ട് അറിയാതെ പോകരുത്. അത് അത്രയും വലിയ സീരിയസ് ടോക്കിൽ ഞാൻ സാറിന് അറ്റ്ലീസ്റ്റ് സെർവ് ചെയ്യാൻ പോലും മറന്നുപോയി. ഐ എം സോ സോറി സർ. സാധാരണ മാഡമാണല്ലോ എല്ലാവരും ക്വസ്റ്റ്യൻ ഈ ഒരു ഷോ നടത്തുന്നത്. സംബോഡി ഷുഡ് ടേക്ക് യുവർ ഷോ ഓൾസോ. സിനിമ ആക്ട്രസ് നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായ ശേഷം പിന്നെ എങ്ങനെ ഒരു ഷെഫോ ഇല്ലെങ്കിൽ ഒരു കുക്കാകാനോ എങ്ങനെ തോന്നിയത്? താങ്കളോട് ചോദിക്കാനുള്ള സമയം കഴിഞ്ഞു. എനിക്കിഷ്ടം സർ, കുക്കിംഗ് ഭയങ്കര ക്രേസാണ്, ഒരു പാഷനാണ്, ഒരു വട്ട്. ലോകത്തിൽ വെരി സർപ്രൈസിംഗ്ലി മോസ്റ്റ് ഓഫ് ദ കുക്സ് ആർ മെൻ, ദേ ആർ നോട്ട് വുമൻ. അതിന് കാരണമുണ്ട്. അതിന് ഞാൻ ചോദിച്ചു, നമ്മുടെ ഷെഫ്മാരോട് ഞാൻ ചോദിച്ചു, എന്താ നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും ചിലപ്പോൾ ഒരു ഷെഫ് വന്നെ കാണും, അവ ആണുങ്ങളെ മാത്രമേ കാണുള്ളൂ. ഇതുവരെ ഞാൻ ഒരു പെണ്ണ് ഞാൻ കണ്ടിട്ടില്ല. ഐ ആസ്ക് ദം വാട്ട് ഈസ് ദ റീസൺ. ദിസ് ഈസ് ഇതിൻ്റെ ട്രെയിനിങ് ഒരു വല്ലാത്ത അവരുടെ ഈ കുക്കിംഗ് കോളേജുകളിൽ ട്രെയിനിങ് ഉണ്ടല്ലോ, അവിടെ രാവും പകലും നോക്കാതെ ട്രെയിനിങ്ങിലൊക്കെ ആ ഹാർഷ് അവേഴ്സ് ഒരു പക്ഷേ സ്ത്രീകൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ഷെഫ്മാർ തന്നെ പറഞ്ഞു. ഇപ്പൊ സാറ് തന്നെ പറഞ്ഞാണ്ടോ, കുക്കിംഗ് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ് അല്ല. എല്ലാവരും ഇച്ചിരി പാചകം ചെയ്താൽ പോരെയും ചോദിച്ചിട്ടാ മിക്ക സ്ത്രീകളോടും ചോദിക്കുന്നത്. എന്നാ ചെയ്യാനാ, കുറച്ച് ചോറും കറിയും വെക്കാനല്ലേ ഉള്ളൂ എന്നല്ലേ എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പൊ കണ്ടോ, നമുക്ക് സ്ത്രീകൾക്ക് സാറ് തന്ന ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. സാറിന്റെ ഫേവറേറ്റ് ഫുഡ്? ഫേവറേറ്റ് ഫുഡൊക്കെ എല്ലാം. കേരളയിൽ വന്നിട്ട് സാറിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഇടിയപ്പം. ഇടിയപ്പം. സദ്യ? കേരളയിലൂടെ
ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാ ഐറ്റംസ് എനിക്ക് ഇഷ്ടമാണ്. ഊണ് ആ ഊണ് ഈ നമ്മുടെ ചോറ് ഇലയിലൊക്കെ ഇട്ട് ഇങ്ങനെ സദ്യ ഉണ്ടെന്ന് ഇഷ്ടമാണോ സാറിന്? അത് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ കല്യാണത്തിൽ പോകുമ്പോൾ നമ്മൾ കഴിക്കാനുണ്ടല്ലോ. അതിനേക്കാൾ ഐ പ്രിഫർ ദാറ്റ് ഈസ് വാട്ട് ഐ ഈറ്റ് എവറി ഡേ. ഇഡ്ഡലി, നമ്മുടെ ഇല്ലെങ്കിൽ ദോശ, ഇല്ലെങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങൾ, ഈ ഇടിയപ്പം, ഇതാണ് നമ്മൾ രാവിലെ ദിവസവും നമ്മൾ കഴിക്കുന്നത്. സോ ദി ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട് ഓഫ് കേരള ഫുഡ് ഐ ലവ്. ഓക്കെ, ഇപ്പൊ സർ അന്യ സംസ്ഥാനത്ത് നിന്നിട്ട് ഇപ്പൊ കേരളയിൽ നോക്കുവാണെങ്കിൽ വിച്ച് ഇസ് എ ഗുഡ് ക്വാളിറ്റി യു ക്യാൻ സേ ഫ്രം കേരള? ഡെഫിനറ്റ്ലി ഇത് ദി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൾച്ചർ ഞാൻ കണ്ടത് ഇവിടെ തന്നെയാണ്. രാവിലെ നമുക്കൊരു വ്യത്യാസം വേണ്ടേ? ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുന്ന സാധനങ്ങൾ വേറെയാണ്, ലഞ്ചിന് കഴിക്കുന്ന സാധനങ്ങൾ വേറെയാണ്, രാത്രിയിൽ കഴിക്കുന്ന സാധനങ്ങൾ വേറെയാണ്. കേരളത്തിൽ ഞാൻ വരുമ്പോൾ രാത്രിയിൽ അവിടെ മിക്കവാറും വീടുകളിൽ കഞ്ഞിയായിരുന്നു. അതെല്ലാം മാറി. Now people have started taking diabetes diabetes ഒരു പ്രശ്നമുണ്ട് കേരളത്തിൽ. You know something? തിരുവനന്തപുരം is the diabetes capital of India. 20% ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ട്. കേരള ഈസ് ദി സ്റ്റേറ്റ് ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ് ഇൻ ഇന്ത്യ. ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് പേഷ്യൻറ്റ് ഇന്ത്യ രാജ്യത്തിൽ കേരളത്തിലുമുണ്ട്. പിന്നെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിലുണ്ട്. അയ്യോ, ഇത് സംശയമൊന്നും വേണ്ട. ഇതൊക്കെ നമ്മൾ വായിച്ച കണ്ടുപിടിച്ച തഥ്യങ്ങളാണ്. ഡോക്ടർ ശ്രീജിത്തിന്റെ ഡയബറ്റീഷ്യനെ കുറിച്ച് ചോദിക്കണം, പത്രത്തിൽ വായിച്ചതാണ്. ഇതെല്ലാം ഞാൻ ഈ കണക്കുകൾ എപ്പോഴും ഞാൻ എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി തൊട്ട് രാത്രി കഞ്ഞിയൊന്നും അധികം കുടിക്കണ്ട, ഈ പേരൊക്കെ മാറ്റിയെടുക്കാം. ക്യാപിറ്റൽ ഓഫ് ഡയബറ്റിക്സിന്റെ ഒക്കെ ഒരു സംശയമൊന്നുമില്ല. സർ, സാറിൻ്റെ ഇപ്പോൾ ഒരു നമ്പർ വാട്സാപ്പ് നമ്പർ വരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ തന്നെയാണല്ലോ. ഞാൻ പേഴ്സണൽ നമ്പർ കൊടുക്കാം. 9048044411 9048044411 വിളിച്ചാൽ ആർക്കും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഈ ലഹരി വസ്തുക്കൾ എവിടെയാണ് വിൽക്കുക, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിതരണമോ ഇല്ലെങ്കിൽ വിൽപ്പന ചെയ്യുന്ന ആളുകൾ അവരായിട്ട് ഇൻഫോർമേഷൻ തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ വഴിവിട്ടുപോയി അവർക്ക് തിരിച്ച് സാമാന്യ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും സൈക്കോളജിസ്റ്റോ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ആവശ്യമോ ഡി അഡിക്ഷൻ സെൻറ്ററിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് എല്ലാ ഏർപ്പാടുകൾ ചെയ്തു തരാം.